അംബേദ്കർ ഏകപക്ഷീയമായി വായിക്കപ്പെട്ട ആളാണ്. ഏകപക്ഷീയമായി. അങ്ങനെ വലിയൊരു ദുര്യോഗം ചരിത്രത്തിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിലെയും ഈ ലേഖനകർത്താക്കൾ, ഗ്രന്ഥകർത്താക്കളുടെ കണക്കെടുത്താൽ ഏറ്റവും മുമ്പിൽ അംബേദ്കറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുക ഗാന്ധിജി നവജീവനിലും യങ് ഇന്ത്യയിലും അങ്ങനെ വിസ്തൃതമായി അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഗ്രന്ഥരൂപത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹമാണ്. 20കളുടെ അവസാനം തുടങ്ങി, അല്ലെങ്കിൽ 30കളുടെ തുടക്കത്തിൽ, 20കളുടെ അവസാനം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രക്രിയകൾ തുടങ്ങി. വളരെ ക്രിട്ടിക്കലായ വർക്കുകൾ 56 അവസാനിക്കുമ്പോഴുള്ള 3 ട്രിലജികൾ, ധമ്മപദമായിട്ട് ബന്ധപ്പെട്ടും റവല്യൂഷൻ, കൗണ്ടർ റവല്യൂഷനും, ബുദ്ധ, കാർൽ മാർക്സ് ഉൾപ്പെടെ ചേർന്ന ആ 3 എണ്ണം കൊണ്ട് എഴുതി അവസാനിപ്പിക്കുന്ന ആ പദ്ധതിയിൽ അദ്ദേഹം ഗൗരവമായി അത്തരം കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരുന്ന ആളാണ്. പക്ഷേ വായിക്കപ്പെട്ടതോ, കൊണ്ടാടിയതോ എന്നാലോചിച്ച് നോക്കൂ. ഒരു വലിയൊരു അളവ് വരെ അതിൻ്റെ അകത്ത് ശരികളുമുണ്ട്. വലിയൊരു അളവ് വരെ അതിനകത്ത് ശരികളുമുണ്ട്. അംബേദ്കർ സിദ്ധാന്തീകരിച്ചിരിക്കുന്ന പലതും നമുക്ക് വ്യക്തിപരമായി അംബേദ്കറോട് വലിയ ആദരവും വലിയ സ്നേഹവും മമതയും എല്ലാം ഉള്ളപ്പോഴും അദ്ദേഹത്തിന് ആശയപരമായി വിയോജിച്ച് നിൽക്കാൻ പല മേഖലകളും നമുക്കുണ്ട്. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരു സനാതനിയായ ഒരാൾ, ഒട്ടും സങ്കുചിതമല്ലാത്ത ഒരു രാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ഒരാൾ, അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഒരു കാല സന്ദർഭം, അതിനോട് പ്രതികരിച്ച രീതി, അടരാടുന്ന അരങ്ങുകൾ, പലതരം താല്പര്യങ്ങൾ, ഇഷൽഭേദത്തോടെയാണെങ്കിലും പലതരം ആശയ പറഞ്ഞ മുനകൾ തുറക്കൽ, ആശയ പോരാട്ടങ്ങൾ, അത്തരം കാര്യങ്ങളിൽ എല്ലാം അവധാനതയോടെ ചെയ്തു നമുക്ക് കരുതാനൊക്കില്ല. എല്ലാം കാലത്തിൻ്റെ അപ്പുറത്തേക്ക് കരുതി ചെയ്തു എന്നും പറയാനൊക്കില്ല. പക്ഷേ അന്നും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ തന്നെയായിരുന്നു കൂടുതൽ, ഗാന്ധിജി ഉൾപ്പെടെ. ഞാനവിടെ ഗാന്ധിജിക്ക് അഭിപ്രായ വ്യത്യാസം അംബേദ്കറോടുണ്ടെങ്കിൽ നമ്മൾക്കുമൊക്കെ ആവാം. പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ വിഷയത്തിലുമല്ല, അദ്ദേഹത്തിനോട് പ്രായേണ നമുക്ക് യോജിച്ചു പോകാവുന്ന ധാരാളം കാര്യങ്ങളും അദ്ദേഹത്തോട് വിയോജിക്കേണ്ട ആവശ്യം കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ അങ്ങനെയാണ് കാണുന്നത്. അതിന് എൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ വന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അംബേദ്കർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. വലിയ ആദരവ് വെച്ച് പുലർത്തിയ ആളുമാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അംബേദ്കറെ പറ്റി പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അംബേദ്കറെ പറ്റി ഞാൻ എങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് എൻ്റെ വ്യക്തിപര ഓർമ്മയിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന പ്രധാനപ്പെട്ട എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഗുരുതരമായി, ഒരു നിർണായക സന്ദർഭത്തിൽ ഗുരുതരമായി വഞ്ചിക്കുന്ന ഒരു ചരിത്രം. അന്ന് ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്ദർഭം, ഒപ്പം തൊട്ടടുത്ത മറ്റൊരു സന്ദർഭവും, ഒരേ സ്വഭാവത്തിലുള്ള വഞ്ചനയുടെ, ചതിയുടെ, പറ്റീരിൻ്റെ, കുലങ്കുത്തൽ പരിപാടിയുടെ, റെനഗേഡുകളുടെ, അഞ്ചാം പത്തികളുടെ ഒത്തിരി പരിപാടി. നമ്മൾ ആരൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്ന് നമ്മൾ ഇന്ന് മലയാളി കരുതുന്നു, അവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതിനു മുമ്പ് എൻ്റെ വ്യക്തിപരമായ ഓർമ്മയിലേക്ക് ഞാൻ കിടക്കാം. എൻ്റെ വ്യക്തിപരമായ ഓർമ്മ, ഞാൻ അംബേദ്കറെ ഹൂവേർ ദ ശൂദ്രാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റേസിൽ നിന്ന് മുഖ്യമായി ഉപജീവിച്ച് അതിൻ്റെ ഒരു കൺസ്ട്രക്റ്റ്, അതിൻ്റെ ഒരു പഠനത്തിൻ്റെ കൺസ്ട്രക്റ്റ് ഞാൻ അങ്ങനെ 2002 ഏകദേശം ഒരു 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ്, 23 വർഷങ്ങൾക്ക് മുമ്പ്, 24 വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കറെ മുഖ്യമായി ഉപജീവിച്ചത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ കൃതിയായിരുന്നു മൂല ഉപാദാനം. അത് വെച്ചിട്ട് ആ കാലത്തൊരു പഠനം തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആ കാലത്തെ പുണ്യഭൂമി എന്ന് പറയുന്ന ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിജികളുടെ പുണ്യഭൂമി ദിനപത്രത്തിൽ അന്ന് പബ്ലിഷ് ചെയ്ത് വരികയുണ്ടായി. ഇത് ആര്യനാക്രമണം ഒരു ഗൂഢപരികൽപ്പന ഇതായിരുന്നു. ഇത് 23 വർഷം പഴക്കമുള്ള ഇതാണ്. 2002 ജൂൺ 16 അതിന് മുമ്പ്, വളരെ മുമ്പ് ചെയ്തതാണിത്. അത് 2 ഭാഗങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ 2ാം ഭാഗം ആര്യനാക്രമണ ഒരു പുനർവായന എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2ാം ഭാഗമുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ. അപ്പം അന്ന് ഈ തലക്കെട്ടുൾപ്പെടെ ആര്യനാക്രമണം ഒരു ഗൂഢപരികൽപ്പന എന്നുൾപ്പെടെ
ഞാൻ അംബേദ്കറിൽ നിന്ന് എടുത്തതാണ്. അങ്ങനൊരു വായന നമുക്ക് വായിക്കാൻ യോഗമുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു കാര്യം അദ്ദേഹത്തെ മൂലമാക്കിക്കൊണ്ട് ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ കൃതിയെ മൂലമാക്കിക്കൊണ്ട് ചെയ്യാനോ ആര്യനാക്രമണവാദത്തെ നിഷേധിക്കുന്ന ഒരു പഠനമായിരുന്നു. അത്യാവശ്യം വായിക്കപ്പെട്ടതാണ്. അങ്ങനൊരു വ്യക്തി അനുഭവം എനിക്ക് അംബേദ്കറെ വായിച്ചതിൽ നിന്ന് എനിക്കുണ്ട്. ആ കാലത്താവാം ഞാൻ വായിച്ചു തുടങ്ങി, എനിക്ക് ഓർമ്മയില്ല. അതിന് പുറകിൽ എന്ന് വായിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അത് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വഞ്ചിച്ച കഥയിലേക്ക് കടക്കുകയാണ്. ആ രംഗം 1952 ആ രംഗം 1952. ആ വഞ്ചനയുടെ, ഡിസപ്ഷൻ്റെ, ട്രെച്ചറിയുടെ, ചതിയുടെ, വഞ്ചനയുടെ ചരമസീമ. ആ വാക്കിൻ്റെ അർത്ഥം മലയാളിക്ക് എത്ര അറിയുന്നറിയത് ഇവിടെ പ്രയോഗിക്കുന്ന വാക്കല്ല, ഉത്തരഭാരതത്തിലെ വാക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ പരാകാഷ്ഠ, അതും ഉത്തരഭാരതത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷൻ, ഒന്നാം ഇലക്ഷൻ, ഭരണഘടനാ ശില്പി അദ്ദേഹം മുഖ്യമായി ഏകോപിപ്പിച്ചും രചന നിർവഹിച്ചും സംഘാടനം നിർവഹിച്ചും മഹാനായ റാവു വെച്ച ഡ്രാഫ്റ്റിൽ നിന്നും അദ്ദേഹം വികസിപ്പിച്ച, അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർ ചെയ്തുകൊണ്ട് ലോ മിനിസ്റ്റർ ആയിരിക്കൊണ്ടും വിശ്രമമില്ലാതെ പണിയെടുത്ത ആ മനുഷ്യൻ മുഖ്യമായും മൂലശിലയിട്ട ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ തുടക്കം ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾസും എല്ലാം തീരുമാനിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അത്രമേലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഘടാഘടിയന്മാരായിരുന്നു ഞാൻ ഓർക്കുകയാണ്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ മൊത്തം ചർച്ചകൾ നിങ്ങൾ എടുത്താലും നമ്മൾ അത്ഭുതപ്പെടും. ഘടാഘടിയന്മാരായിരുന്നു. അങ്ങനെ ആ ഒരു ഒന്നാം ഇലക്ഷൻ 1947 ശേഷം 5-ാം വർഷം 52 ഒന്നാം ഇലക്ഷൻ. അതിനു മുമ്പ് അംബേദ്കർ രാജിവെച്ചിരുന്നു. അത് നമ്മുടെ കഥയ്ക്ക് പുറത്താണ്, അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നതുമല്ല. എന്തായാലും 52 പൊതു ഇലക്ഷനാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വോട്ട് കൃത്രിമം നടക്കുന്നത് അംബേദ്കർക്കെതിരെ. നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയുടെ ആധുനിക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് കൊള്ള, ഒന്നാമത് പറയാം, വോട്ട് കൊള്ള, വോട്ടട്ടിമറി, ദുഷ്പ്രചരണങ്ങളുടെയും കള്ളപ്രചരണങ്ങളുടെയും മിസ്ഇൻഫർമേഷനുകളിലൂടെയും ഡിസ്ഇൻഫർമേഷനുകളിലൂടെയും വോട്ടേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, കുലംകുത്ത് പരിപാടി, ഈ കൂട്ടത്തിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുക, ഇതിലെന്തൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കുചേർന്നിട്ടുള്ള ഈ കഥ മൊത്തം മനസ്സിലാക്കിയാൽ ഇത് മൊത്തം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കഥയല്ല, വിസ്തൃതമായ കഥയാണ്. ഞാൻ ചുരുക്കി പറയാം, ആൾക്കാർക്ക് വായിക്കാൻ ലഭ്യമാകുന്ന ലിങ്കുകൾ ഞാൻ പറയാം, അതിൻ്റെ അകത്ത് ആൾക്കാർ നോക്കി വായിക്കാൻ പറ്റിയ നല്ലത്. ഇങ്ങനൊരു വലിയ കാര്യം 52 ഒരു അരങ്ങേറുക. ഞാൻ 52 അരങ്ങേറെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രധാന കഥ പറഞ്ഞിട്ട് ഇതിന് സമാനമായി തൊട്ടടുത്ത കഥയുണ്ട്. 2 വർഷത്തിന് ശേഷം 54 അദ്ദേഹത്തെ ഇതേ സാധനം ഒരു അരങ്ങേറുക. 54 ഒരു ബൈ ഇലക്ഷൻ ഉണ്ട്. ഞാനത് മുന്നേ അങ്ങ് പറയാം. അതിൻ്റെ അകത്ത് ഭണ്ഡാര എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ, ഇത് ഉത്തര മുംബൈയിലാണ് 52 ഇലക്ഷൻ. 52 അദ്ദേഹം അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ഇരട്ട മെമ്പറുണ്ട്. റിസർവേഷനുള്ള ഒരു സ്ഥാനാർത്ഥിയും റിസർവ്ഡ് സീറ്റിലേക്ക് അംബേദ്കറും, അവിടെ ജനറൽ സീറ്റിലേക്ക് അശോക് മേത്ത. അദ്ദേഹം സോഷ്യലിസ്റ്റുകളുമായിട്ട്, അജയപ്രകാശ് നാരായണുമായിട്ടൊക്കെ ചർച്ച നടത്തി സോഷ്യലിസ്റ്റുകളുമായിട്ട് അദ്ദേഹം അലയൻസ് പ്രഖ്യാപിച്ചു. എതിർവശത്ത് കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്, അതൊരു ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എസ് എ ഡാങ്കയാണ് അവരുടെ സ്ഥാനാർത്ഥി. എസ് എ ഡാങ്കെ ആരാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ രൂപീകൃതമാകുന്ന തുടക്കകാലം തൊട്ട് ആദ്യത്തെ ഫൗണ്ടിങ് മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞില്ല. 20കളിൽ തന്നെ എം എൻ റോയി കണ്ടെടുക്കുന്ന ആളാണ്. ഗാന്ധി വേഴ്സസ് ലെനിൻ എന്ന് അദ്ദേഹം 20കളിൽ എഴുതിയിട്ടുണ്ട്. വലിയ ബോൾഷെവിക് ആരാധകനായിരുന്നു. 1960കളിൽ പാർട്ടി പുലർക്കുന്ന കാലത്ത് EMS ജനറൽ സെക്രട്ടറിയും ഇദ്ദേഹം ചെയർമാനുമായിരുന്നു. 10 വർഷത്തോ 15 വർഷമോ ലോക്സഭ മെമ്പറായിരുന്നു. മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു ചിത്പാവൻ ബ്രാഹ്മണൻ. ഇതിൻ്റെ അത് ജാതി പറയണം. അംബേദ്കറുടെ കഥ പറയുമ്പോൾ ജാതി പറയണം. അപ്പോൾ ഈ ചതിയുടെ കഥ പറയാം, പെട്ടെന്ന് പറയാം. ഇതിൽ അംബേദ്കർ സ്ഥാനാർത്ഥിയാകുന്നു. അംബേദ്കർ ഘടാഘടിയൻ, ഭരണഘടനാ ശില്പി, ലോ മിനിസ്റ്റർ, ഇന്ത്യയിലെ ദളിതർ എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രികളുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ, അത്രയ്ക്ക് ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നാൾ, വലിയ ഭരണപരിചയമുള്ള ആൾ. അദ്ദേഹം തിരിച്ചു സഭയിൽ വരേണ്ടതെന്ന് എല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും അത് തോന്നിയില്ല. ഇദ്ദേഹത്തിൻ്റെ മിടുക്കിനെ, ഈ വൈഭവത്തെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നമ്മളെ പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ഉപയോഗിച്ച് തുടങ്ങണമെന്ന് ഒരാൾക്കും തോന്നിയില്ല. നെഹ്റു തൊട്ട് തോന്നിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എത്ര ദ്രോഹിക്കാമോ, അദ്ദേഹത്തിന് എങ്ങനെ സഭയിലേക്ക് വരുത്താതിരിക്കാമോ, അതിലുള്ള എല്ലാ വേലകളും
നമ്മൾ പറഞ്ഞല്ലോ ആധുനിക സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും മോശം വോട്ട് അട്ടിമറി, വോട്ട് കൊള്ള, ഈ വോട്ട് ചോരി, അക്ഷരത്തിൽ വോട്ട് ചോരി, നിങ്ങൾ പച്ചയ്ക്ക് വോട്ട് ചോരി, പച്ചയ്ക്ക് അക്ഷരത്തിൽ വോട്ട് ചോരി, ഈ പറഞ്ഞല്ലോ ഞാൻ പറയില്ലേ ഈ കുപ്രചരണങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരെ കൊണ്ട് തെറ്റായി പോയി, ഇതെല്ലാം ചെയ്തിട്ട് അതിനിവരെല്ലാം ഒരുമിച്ച് ഈ ഇന്ത്യ മുന്നണി ഇന്നി പറയുന്ന മുന്നണി അന്ന് അവരുണ്ടാക്കി. അനൗദ്യോഗികമായി നെഹ്റു നേർക്കുനേരെ മോണിറ്റർ ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി, നെഹ്റു വന്ന് ക്യാമ്പയിൻ അംബേദ്കർക്കെതിരെ നടത്തിയ കോൺസ്റ്റിറ്റ്യുവൻസി, ഞാൻ വീണ്ടും പറയട്ടെ, നെഹ്റു വന്ന് പ്രചരണം നടത്തിയ കോൺസ്റ്റിറ്റ്യുവൻസി, ഡാങ്കയും നെഹ്റുവും ചേർന്നിട്ട് എതിരാളികളാണ്. നെഹ്റു സ്ഥാനാർത്ഥി നിർത്തിയെടുത്ത് തുടങ്ങുന്ന പണി, അവിടെയാണ് 5-ാം പത്തികളുടെ പണി പറയുന്നത്, കൂട്ടത്തിൽ കുത്തെന്ന് ഞാൻ പറയുന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളും നെഹ്റുവും കോൺഗ്രസ്സുകാരും മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം കരുതിയ സ്വന്തം കുലങ്ങളിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ സഹകുലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പീപ്പിൾ, എൻ്റെ ആൾക്കാരെന്നല്ല ആൾക്കാരെന്ന് അവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, അവർക്ക് വേണ്ടി ജീവിച്ച ആരോഗ്യം കളഞ്ഞ മനുഷ്യൻ, അവരിൽ നിന്നൊരാളെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു കജ്റോൾക്കറെ അദ്ദേഹം നെഹ്റു സ്ഥാനാർത്ഥിയാക്കുന്നു. കോൺഗ്രസ് SK പാട്ടീൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ ലീഡർ മുഖ്യമായി നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. നോക്കൂ, അംബേദ്കർ മഹറാണ്, അത് ചാമർ എന്ന് പറയുന്ന പ്രധാനമായ ഒരു കുലത്തിലെ ഒരാളെ, അദ്ദേഹത്തിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥയും അറിയാവുന്ന ഒരാൾ, അകത്തുനിന്ന് ഒരാളെ ചൂണ്ടി സ്ഥാനാർത്ഥി, അവിടെ തൊട്ട് തുടങ്ങുന്നു ഈ പണി. ഞാൻ പറഞ്ഞു ആരൊക്കെ പണിഞ്ഞു, ദളിത് മൂവ്മെൻറ്റുമായിട്ട് നടക്കുന്നവർ പറയേണ്ടതാണ്. ഇവർക്ക് ഈ ചരിത്രം ഇവർ പറയില്ല. ഇവർ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് ഹിന്ദുക്കൾ അംബേദ്കറെ തോപ്പിച്ചു എന്ന് പറയും. ഞാനത് കാണിക്കാം, ദളിത് വോയിസ് ഒരു പേജ് ഞാൻ കാണിക്കാം, അതിൻ്റെ ടൈറ്റിലൂടെ കണ്ടിട്ട് പോകാം. അത് കണ്ടിട്ട് പോലെ അത് അങ്ങനെ പോയാലേ ഇത് മനസ്സിലാവുള്ളൂ. ദളിത് വോയിസ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്, നിങ്ങൾ നോക്കിയാൽ dalitvoice.net. അംബേദ്കറുടെ തോൽപ്പിക്കലിനെ പറ്റി, ഹിന്ദുസ് ഡിഫീറ്റ് ബാബാ സാഹേബ് ഇൻ ദ 1952 ഇലക്ട്രൽ ഫ്രോഡ്. അവർ തന്നെ പറഞ്ഞു ഇലക്ട്രൽ ഫ്രോഡ് ഹിന്ദു തോപ്പിച്ചെന്നാണ് പറയുന്നത്. ഹിന്ദു ആവാൻ തോപ്പിച്ചത്, ഹിന്ദുത്വമല്ല തോപ്പിച്ചത്. ഹിന്ദു നാമധാരികളെല്ലാം ആ അർത്ഥത്തിൽ ഹിന്ദുനസ് സനാതനത്വം പങ്കിടുന്നവരല്ല. ജവഹർലാൽ നെഹ്റു അങ്ങനത്തെ ഒരാളല്ല, SA ഡാങ്കെ അങ്ങനെ ഒരാളേ അല്ല, അശിക്ഷിതനായ ഹിന്ദുവാണ്. പക്ഷേ അവരങ്ങനെ പറയൂ. അങ്ങനെയാണ് ആ സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇത് നടന്നത് നെഹ്റു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കി. അതിന് അംബേദ്കറുടെ എല്ലാ പദ്ധതികളും പറയും. അംബേദ്കറിനുള്ളിലേക്ക് അംബേദ്കർ എങ്ങനെ പ്രവർത്തിക്കും, ആ സിസ്റ്റം അങ്ങനെ, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, പലരും പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ അദ്ദേഹം ആ ലേബർ പാർട്ടി മാത്രമല്ല ഉണ്ടാക്കിയത്. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിക്ക് ശേഷം അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിലൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിയുടെ ലെവലിൽ അത് ഇലക്ഷൻ നിന്നത്. അതിനുശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കുന്നത്. പക്ഷേ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായില്ല, അതൊരു രൂപീകരണത്തിലേക്ക് കാണാൻ അദ്ദേഹത്തിന് യോഗം ഉണ്ടായില്ല. അങ്ങനെ 3 രാഷ്ട്രീയ പാർട്ടികളെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടെ പറയട്ടെ. അപ്പം ഈ SCFൻ്റെ പേരിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളെ അടർത്തിയെടുക്കാൻ പറ്റി. അതിനകത്തെല്ലാം ഡാങ്കയുടെ പങ്കാളിത്തമുണ്ട്. ആ പ്ലാനിങ്ങിൽ SK പാട്ടീലും നെഹ്റുവും, കോൺഗ്രസിൻ്റെ SK പാട്ടീലും നെഹ്റു, SK പാട്ടീൽ, ഡാങ്ക് ഇവർ പ്ലാൻ ചെയ്ത ഒരാളെ അടർത്തിയെടുത്തുന്നു, നിർത്തുന്നു. അതാണ് ഒന്നാമത്തെ പണി. അതിനുശേഷം ഇവർ ഇതിൻ്റെ ബാക്കി ഭാഗം, ഇത് ഞാൻ എവിടുന്ന പറയുന്നത് അറിയാം, അതുവരെ പറഞ്ഞിട്ട് പോകാം. അംബേദ്കർ 1947 ഏകാന്തനായ, ധാരാളം രോഗങ്ങളുള്ള വലിയ രോഗിയായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ 48 അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം അദ്ദേഹം ചികിത്സിക്കുന്ന മുംബൈയിലാണ്, ഡോക്ടർ മാവ്ലാങ്കർ എന്ന് പറയുന്നത്. അവിടെ ചികിത്സിക്കുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ അവിടുത്തെ ഒരു ഡോക്ടറായിരുന്നു. ആ ക്ലിനിക്കിൽ അവിടുത്തെ ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ സരസ്വതി കബീർ എന്നിട്ട് വരുന്ന അവരുടെ പേര്, ചിത്പാവൻ ബ്രാഹ്മണ സ്ത്രീയാണ്. അവരായിരുന്നു അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. ആ ചികിത്സയിൽക്കിടയ്ക്കാണ് ഇവർക്ക് മനസ്സിലാകുന്നത് അംബേദ്കർ ഒറ്റയ്ക്കാണ്. അംബേദ്കറോട് അങ്ങേക്ക് ആരെങ്കിലും ഉണ്ടാവണം, അങ്ങനെ നേഴ്സിന് അല്ലെ അങ്ങനെ രക്ഷപ്പെടില്ല. ഭരണഘടന ഈ നിർമ്മാണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക, സംവിധാനം നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം തുടർച്ചയായി ഉറങ്ങാത്ത 15 ദിവസങ്ങളിൽ ഉറങ്ങാത്ത രാത്രികളെ പറ്റി ഡോക്ടർ സവിത അംബേദ്കർ പറയുന്നുണ്ട്. ആ കാലത്ത് വേദന എടുത്തിട്ട് ഉറങ്ങാം. ആ മനുഷ്യൻ അത്രയ്ക്ക് കരുണ തോന്നുന്ന ജീവിതം. അത് ഡോക്ടർ സവിത അംബേദ്കർ അവരുടെ ആത്മകഥ 1990 എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പറ്റുമെങ്കിൽ ഞാനത് ബാബാ സാഹേബ് മൈ ലൈഫ് വിത്ത് ഡോക്ടർ അംബേദ്കർ, സവിത അംബേദ്കർ അവർ എഴുതിയിരിക്കുന്ന ആത്മകഥയാണ്. വളരെ വൈകിയാണ് എഴുതിയത്. അല്ല, വളരെ വൈകി എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ 20കളിൽ വന്നിട്ടുണ്ട്, ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇതിൻ്റെ ഈ മൊത്തം കഥയുടെ ഏകദേശം മൂല ഉപാദാനം അത് തന്നെയാണ്. അവർ തൊട്ടടുത്ത് 48 തൊട്ട് അദ്ദേഹം മരിക്കുന്ന 56 അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നുള്ളത്. അങ്ങനെ ആ ഒരു ചർച്ചയിൽ
ഇവർക്ക് അദ്ദേഹത്തിനൊപ്പം ആരുമില്ലെന്ന് മനസ്സിലാക്കി. ഇത് അങ്ങേക്ക് ഒരു നേഴ്സിന് ഒരാൾ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ കൂടെ ഒരാളില്ലെങ്കിൽ അങ്ങേക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അങ്ങ് ഇത്ര വലിയ കാര്യം ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പോംവഴിയിൽ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ ചർച്ച പുരോഗമിച്ച് ഒരിക്കൽ അംബേദ്കർ ഇവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അതിങ്ങനെ പുരോഗമിച്ച് ഔദ്യോഗികമായ ഒരു വിവാഹം കഴിക്കുന്നു. 1948 തൊട്ട് 1956 വരെ. എനിക്ക് അംബേദ്കർക്ക് 57 അത്ര വയസ്സുള്ള വിവാഹം നടക്കുന്നത്. അവർക്ക് കുട്ടികളില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഏകാന്തയിൽ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ കൂട്ട്. ഇവർക്ക് ബുദ്ധമത സ്വാധീനം വളരെ നേരത്തെയുണ്ട്. അവർ ഒരുമിച്ച് ബുദ്ധമതത്തിലേക്ക് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പിന്നീടുണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഈ ആത്മകഥയിൽ നിന്ന് ഞാനിത് എടുത്തിരിക്കും. ഈ ആത്മകഥ വായിക്കുമ്പോൾ അംബേദ്കറെ പറ്റി ആർക്കും മോശം തോന്നില്ല. അവർ തുറന്നു എഴുതിയിരിക്കുന്നു. അംബേദ്കർ എഴുതിയ കത്തുകൾ, അതിൻ്റെ അകത്ത് പ്രണയമുണ്ട്, വിഹ്വലതകളും, വേണമെങ്കിൽ ആർക്കെങ്കിലും ഷോവനിസം ഒക്കെ തോന്നാം, പൊസസീവ്നെസ് തോന്നാം, ഇതൊക്കെ തോന്നാം. അങ്ങനെയൊന്നും അംബേദ്കറെ കാണരുത്. പാവം മനുഷ്യൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള അദൃശ്യതയിൽ വലിയ ബഹുമാനത്തോടെ ഞാൻ ദൂരെ നിൽക്കുമ്പോഴും ഇദ്ദേഹത്തെ വായിക്കാനും ഇങ്ങനെ ഉപയോഗിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഒരു നൊമ്പരവും സ്നേഹവും വായ്പും മമതയും ഒക്കെ വല്ലാതെ തോന്നിയിട്ടുണ്ട് ഇവരെഴുതിയ ആത്മകഥ വായിച്ച്. ഇത്രയും രോഗത്തോടെ എത്രയോ ഏകാന്തനായി ഒറ്റയ്ക്ക് ഈ രാഷ്ട്രത്തിന് വേണ്ടി ആ മനുഷ്യൻ പണിയെടുത്തിട്ടുണ്ട്. വേദനയിൽ ഒറ്റയ്ക്ക് പുളഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ, തുടർച്ചയായി എത്ര രോഗങ്ങൾ, പ്രധാനപ്പെട്ട 4 രോഗങ്ങൾ, ഒപ്പം ഹൃദ്രോഗവും. ചിലതിനും പറയുന്നില്ല. ചില അസുഖങ്ങൾ നമ്മൾ ഈ പറയുമ്പം ഞാൻ പറഞ്ഞില്ല, അത് ദഹന വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പബ്ലിക് ലൈഫിൽ ഉൾപ്പെടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മനുഷ്യനെ പറ്റി വില കുറയരുത്. ഈ പുസ്തകം വായിച്ചു അതിനുശേഷം ആ മനുഷ്യനെ പറ്റി എനിക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള വ്യക്തിഗതമായ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. നൊമ്പരം പോലെ അംബേദ്കർ പെട്ടെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ അദൃശ്യത മാറിയിട്ട് നൊമ്പരം, ഈ ഒപ്പം സമാന്തരമായി ഒരു നൊമ്പരം പോലെ. ഈ മനുഷ്യൻ ഇത്ര വേദനയിലാണോ ആ മനുഷ്യൻ ജീവിച്ചത്? ഏകാന്തത തന്നെയായിരുന്നു ഏറ്റവും വലിയ വേദന. ഞാനതോട് പറയാം, ഏകാന്തത തന്നെയായിരുന്നു ഏറ്റവും വലിയ വേദന. അതിലേക്കാണ് ആ സ്ത്രീ കടന്നു വന്നത് 1948. 56 അദ്ദേഹം മരിക്കുന്നതിന് വരെ. ആ സ്ത്രീയാണ് ഇത് മുഴുവൻ പറയുന്നത്. ഡോക്ടർ സവിത അംബേദ്കർ. അവർ MBBS ഡോക്ടറാണ്. 1940കളിൽ പാസ്സാകുന്ന ഒരു ചിത്പാവൻ ബ്രാഹ്മണ സ്ത്രീയാണ് അവർ അംബേദ്കർക്ക് പേര് മാറിയതാണ്. എനിക്ക് സരസ്വതി കബീർ എന്നോ മറ്റോ വരും. അവരാണിത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അവരുടെ എനിക്കിത് കാണിക്കാൻ നിർവാഹമില്ല, ഈ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അവരാണ് പറഞ്ഞിരിക്കുന്നത്, The first general election to the Lok Sabha and the assemblies took place in January 1952. Dr. Saab stood from the reserved Lok Sabha constituency of North Bombay. The Congress had marked it as a prestigious seat and made preparations accordingly. Prime Minister Nehru himself was keeping a sharp eye on the constituency. Prime Minister Nehru. SK Patil, കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവാണ്. ഡാങ്കെ, ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഡാങ്കെ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാഡ് അറൈവ്ഡ് അറ്റ് ആൻ അറേഞ്ച്മെൻറ്റ്. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഈ കാണുന്ന, ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി തുടങ്ങുന്ന അവിടുന്ന്, നിങ്ങൾ ഈ കാണുന്ന ഇന്ത്യ മുന്നണി, ഈ വിന്ധ്യനാല് സഹ്യനപ്പുറത്തെ മുന്നണി ഉണ്ടല്ലോ, അവിടെ തുടങ്ങിയതാണ്. അത് പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും അവർ തമ്മിലുള്ള കോൺഗ്രസിൻ്റെ SK പാർട്ടിയിൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ഡാങ്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡാങ്കെ, വലിയ താത്വികാചാരനായ ഡാങ്കെ തമ്മിൽ ഹാഡ് അറൈവ്ഡ് അറ്റ് ആൻ എഗ്രിമെൻറ്റ്. നിങ്ങൾ ഓർത്തോളൂ, ഇവർ തമ്മിലുള്ള ധാരണ അവിടെ എത്തുക. എന്തിനാ? മഹാനായ അംബേദ്കർ സഭയിലെത്തരുത്. ആലോചിച്ചു പോകും, മഹാനായ അംബേദ്കർ സഭയിലെത്തരുത്. അതിനെ കൂട്ടുപിടിച്ചതോ. What we had heard then was that Nehru, SK Patil and Dange had decided that they would do all that was required, use whatever strategy suited the occasion, but they were determined not to let Dr. Ambedkar win. എന്ത് കുതന്ത്രം വേണം ചെയ്യാൻ അവർ ആലോചിച്ചു. ആരൊക്കെ ചേർന്ന് തീരുമാനിച്ചു? നെഹ്റു, SK പാട്ടീൽ ആൻഡ് ഡാങ്കെ. അദ്ദേഹത്തിൻ്റെ പത്നി പറയുക, ആ 52 അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ ശ്വാസത്തിലുണ്ടായിരുന്നു സ്ത്രീ. 48 മുതൽ 56 വരെ, 52 പറയുന്നത്. നെഹ്റുവും SK പാട്ടീൽ, കോൺഗ്രസ്. വീണ്ടും ഞാൻ പറയാം, പുനരുക്തി ദോഷമാണെങ്കിൽ നിങ്ങൾ എന്നെ പള്ളു പറഞ്ഞോളൂ. വീണ്ടും പറയുക, നെഹ്റുവും പാട്ടീലും കമ്മ്യൂണിസ്റ്റുകാരനായ ഏറ്റവും വലിയ നേതാവായ ഡാങ്കയും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നു അദ്ദേഹം ഒരിക്കലും സഭയിൽ വരും. ആരാ വരരുതാത്തത്? ഇവരിലൊക്കെ എത്ര യോഗ്യനും ശ്രേഷ്ഠനോ അദ്ദേഹം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരിൽ ഈ പറഞ്ഞ ഓരോരുത്തരും എത്ര യോഗ്യനാണ് അദ്ദേഹം? നെഹ്റുവിലും മികച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അവരത് പറയുന്നുണ്ട്. നെഹ്റുവിന് ഭയമായിരുന്നു അദ്ദേഹം സഭയിൽ വന്നാൽ. ഞാൻ ഒരു കാര്യങ്ങൾ പറയാം. സവിത അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അംബേദ്കർ ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ കത്തിൽ എഴുതുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റുമില്ലായിരുന്നു. ആ അർത്ഥത്തിൽ ഒരു തെറ്റും. അദ്ദേഹത്തിൻ്റെ ശേഷി ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്ന നേരത്തേക്ക് മാറിയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം വിട്ടിട്ട് രാഷ്ട്രം ഈ സഭയിൽ 47 ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏകദേശം അങ്ങനെ കാണാം. പിന്നെ 53 കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം ഭരണഘടനയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു വിലാപം പോലെ ചില വാക്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അദ്ദേഹത്തിൻ്റെ നിർമ്മിച്ച ഭരണഘടനയെ പറ്റി. അപ്പോൾ ഒരു ധാരണയിലെത്തുന്നു, വാട്ട് എവർ സ്ട്രാറ്റജി സ്യൂട്ട് അദ്ദേഹം തിരിച്ചു വരാതിരിക്കാൻ പറ്റും, സഭയിൽ കയറാതിരിക്കാൻ പറ്റും. പട്ടേൽ ആൻഡ് ഡാംഗെ ഹാഡ് ഓർഗനൈസ്ഡ് ദെയർ ഫോഴ്സസ് വിത്ത് ദിസ് ഗോൾ ഇൻ മൈൻഡ്. സിൻസ് ഇറ്റ് വാസ് എ റിസർവ് സീറ്റ് ദേ വെർ റിക്വയർഡ് ടു ഫീൽഡ് എ ദളിത് കാൻഡിഡേറ്റ്. ഒരു റിസർവ് സീറ്റാണ്, അതുകൊണ്ട് ഒരു ദളിത് കാൻഡിഡേറ്റിനെ വേണം. ആൻഡ് ദ നോൺ മഹർ കമ്മ്യൂണിറ്റി, പർട്ടിക്കുലർലി ദ ചാമറുകൾ, ഇദ്ദേഹം മഹറാണ്, അവർക്കൊരു ദളിത് കാൻഡിഡേറ്റിനെ വേണം, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്. അവരെന്ത് ചെയ്തു അവർ ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് കണ്ടുപിടിക്കുക, ഇവരെ തന്നെ ഏൽപ്പിച്ചു. ആ ചാമറുകളിൽ നിന്ന് കണ്ടെടുക്കാൻ പറഞ്ഞു. ചാമറുകളിൽ നിന്ന് ചെരുപ്പൂത്തി. അംബേദ്കർ അവരുടെ സഹകുലങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രക്രിയയിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ പ്രധാന കുലമാണ്, പ്രത്യേകിച്ച് സെൻട്രൽ പ്രൊവിൻസിൽ അതൊക്കെ പെടുന്ന സെൻട്രൽ പ്രൊവിൻസ് ആണെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹം ഒരാളെ കണ്ടെത്തി, നാരായൺ റാവു കജ്റോൾക്കർ. ആരാണെന്നറിയാം? കോൺഗ്രസ് കണ്ടെത്തി എസ് കെ പാട്ടീലും ഒരു പരിധി വരെ ഡാങ്കയും കൂടെ പങ്കെടുക്കാൻ അവർ ആദ്യത്തെ പണിയതായിരുന്നു. ആ ചാമറുകളിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. വെറും സ്ഥാനാർത്ഥിയല്ല, ഇദ്ദേഹത്തിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി അംബേദ്കറുടെ ചെയ്തികൾ, ശീലങ്ങൾ, എങ്ങനെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു ഒക്കെ ധാരണയുള്ള പ്രൈവറ്റ് സെക്രട്ടറി കണ്ടെത്തുന്നിടത്ത് ആദ്യത്തെ കുലംകുത്തി പണിയും. ഞാനതാ പറയാം, ആരൊക്കെ കുത്തി? നെഹ്റു, കമ്മ്യൂണിസ്റ്റുകൾ. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ അംബേദ്കർ വലിയ വൈരികളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളോട് അംബേദ്കർക്കും വൈരമായിരുന്നു. അവർക്ക് ക്യാനൻ ഫോഡർ ആകാൻ എൻ്റെ സമൂഹത്തെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ദത്തോവാൻ ഠേങ്ഡിജിയോട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ BMSൻ്റെ സ്ഥാപകൻ ദത്തോവാൻ ഠേങ്ഡിജിയോട് നല്ല ബാല്യത്തിൽ, നല്ല യൗവനത കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമൂഹത്തെ, എൻ്റെ ജനതയെ ഇടതന്മാർക്ക് ക്യാനൻ ഫോഡർ, അവരുടെ കാലാളുകളാകാൻ, അവർക്ക് തിന്നാൻ കൊടുക്കാൻ എന്തു ആലോചിച്ചോളൂ, ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ദത്തോവാൻ ഠേങ്ഡിജി നമ്മളൊക്കെ സ്മരണീയനായ ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ്. 50കളുടെ ആണ് ഈ രംഗം ഞാനിത് പറയുന്നത്. അപ്പം ലെഫ്റ്റ് എന്നും എതിരായിരുന്നു. ഒപ്പം കൂട്ടത്തിൽ നിന്നുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആക്ടിവിസ്റ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ ഇത് ആലോചിച്ച് നോക്കൂ, ഈ കൂട്ടത്തിൽ നിന്നൊരാളെ എടുത്തു, കൂട്ടത്തിൽ നിന്ന് വോട്ടും പോയി. ആ പോകുന്ന പോക്കിന് അത്തരം പ്രക്രിയകൾക്കായിട്ട് സവിത അംബേദ്കർ പറയുന്നത് നിങ്ങൾ ഇനിയും കേൾക്കണം. അദ്ദേഹത്തിന് മുൻ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയാക്കി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കമ്മ്യൂണിസ്റ്റുകൾക്ക് അവിടെ റിസർവ്ഡ് സ്ഥാനാർത്ഥിയും ജനറൽ സ്ഥാനാർത്ഥിയുണ്ട്. അവർക്കും റിസർവ്ഡ് സ്ഥാനാർത്ഥി, അവരുടെ ജനറൽ സ്ഥാനാർത്ഥി ഡാങ്കയും അവർക്കും റിസർവ്ഡ് സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം ഇദ്ദേഹത്തിന് വിളിക്കുന്ന ജയപ്രകാശ് നാരായണ സോഷ്യലിസ്റ്റുകൾക്ക് അശോക് മേത്തയാണ് അംബേദ്കറുടെ ജനറൽ സ്ഥാനാർത്ഥി, അംബേദ്കർ റിസർവ്ഡ് സ്ഥാനാർത്ഥി. അതുപോലെ കോൺഗ്രസിൻ്റെ റിസർവ്ഡ് സ്ഥാനാർത്ഥി കജ്റോൾക്കറായി അംബേദ്കറുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി, അവർക്കൊരു ഗാന്ധി എന്ന് പറയുന്ന ഒരു ജനറൽ കാൻഡിഡേറ്റും ഉണ്ട്. ഇങ്ങനെ ത്രിത്വമാണ്, ഒരു ത്രികോണ മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഇലക്ഷൻ നടന്നു. കജ്റോൾക്കർ 1,40,000 വോട്ടും അംബേദ്കർ 1,24,000 വോട്ടും, 14,000-15,000 വോട്ടിന് കജ്റോൾക്കർ ജയിച്ചു. അംബേദ്കർ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള ആലോചിച്ച് ഈ കുതന്ത്രത്തിൽ അങ്ങനെ ജയിച്ചു 52-ൽ. പക്ഷെ അത് വലിയ ഷോക്കായിപ്പോയി, അംബേദ്കർക്ക് വലിയ ഷോക്കായിപ്പോയി. ബട്ട് ഇറ്റ് വാസ് ദ കോൺഗ്രസ് മാനിപ്പുലേഷൻ ദാറ്റ് ബ്രോട്ട് അബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ദ മേക്കർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ പറയുക കോൺഗ്രസിൻ്റെ മാനിപ്പുലേഷനാണ് മുഖ്യമായി ഈ തോൽവിക്ക് കാരണമായി. അവർ പറയാം, സാരസ്വത് കമ്മ്യൂണിസ്റ്റ് ലൈക്ക് ഡാങ്കെ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇറ്റ്. അവർ സാരസ്വത് ബ്രാഹ്മണനാണ്. അവർ പറയും ഒരു സാരസ്വത് ബ്രാഹ്മണനായ ഡാങ്കയും അതിൽ പങ്കുചേർന്നു. ദ പോവർട്ടി ആൻഡ് ഇഗ്നോറൻസ് ഓഫ് ദ ദളിറ്റ്സ് ടു പ്ലേഡ് ഇറ്റ്സ് പാർട്ട്. പോവർട്ടി ആൻഡ്, ഞാൻ ഇഗ്നോറൻസ് എന്ന് മാത്രം പറയുന്നില്ല, അങ്ങനെ മാത്രം പറയാൻ അത് പാടില്ല. കാരണം ഇഗ്നോറൻസ് ഒരു പരിധിവരെ പങ്കുചേർന്നുണ്ട്. പക്ഷേ കജ്റോൾക്കർ പങ്കുചേർന്ന ഇഗ്നോറൻസ് കൊണ്ടല്ല. ഇവർ താഴോട്ടും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇവർ പറയുന്നത് ആ കാലത്ത് ഇവരുടെ സഹോദരൻ എഴുതുന്ന കത്തുണ്ട്. ആ കത്തിൽ ഇവർ പറയുന്നുണ്ട്, വി ഹാവ് ബീൻ ഹേർഡ്. അദ്ദേഹത്തിൻ്റെ സവിത അംബേദ്കർ അദ്ദേഹത്തിന് ആ സഹോദരന് ജ്യേഷ്ഠൻ എഴുതുന്ന കത്ത്, ബാലു ജ്യേഷ്ഠൻ എന്ന് തോന്നുന്നു. വി ഹാവ് ബീൻ ടോൾഡ് some 20 lakh rupees have been spent by our enemies to defeat Dr. സാഹിബ്. 20 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചിലവാക്കിയതായി നമ്മൾ കേൾക്കുന്നു പറയുകയാണ്. ഈ 20 ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ചു, ഇന്ന് പോലെ 20 ലക്ഷം രൂപ വലിയൊരു തുകയല്ലേ? ആ കാലത്ത് അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി പണം ഇറക്കിയിരിക്കുന്നു. ആദ്യമായിട്ട് പണം ഇറക്കി തോൽപ്പിച്ചിരിക്കുന്നു. രേഖകളിലില്ലാത്ത പണം. നിങ്ങൾ ആലോചിച്ച് ഞാൻ എത്ര തരം ചതികൾ നടന്നിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാത്തരം കുതന്ത്രങ്ങളും നിയമരാഹിത്യങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രക്രിയകളും ഈ ഇവർ ചേർന്ന് നടത്തി. ഇവരെല്ലാം 20 ലക്ഷം രൂപ മുടക്കി. 20 ലക്ഷം എങ്ങനെയൊക്കെ പോയി എന്നുള്ളതിനെ കണക്ക് പറയുന്നില്ല. അതിൽ പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ധാരാളം ലഘുലേഖകളും കുപ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡാങ്കയാണ് മുഖ്യ പങ്ക് വഹിച്ചത്. അദ്ദേഹത്തിന് പങ്ക് വഹിച്ചത്. അദ്ദേഹത്തിന് യുഗാന്തർ എന്ന് പറഞ്ഞൊരു മാസികയോ വാരികയോ ഉണ്ട്. അതിൽ കൂടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചത്. അത് ഇരട്ട വോട്ടാണ് അവിടെ ഉള്ളത്. ഞാൻ ഒരാൾക്ക് ഒരു മുന്നണിക്ക് 2 സ്ഥാനാർത്ഥി നിർത്താം. അത് ചെല്ലുന്ന ആൾക്ക് 2 വോട്ടാണ്. എനിക്കൊരു വോട്ടർക്ക് ഞാൻ ദളിത് വോട്ടിന് റിസർവ്ഡ് സ്ഥാനാർത്ഥിക്കും ചെയ്യണം, ജനറലിനും ചെയ്യണം. ഈ 2 സ്ഥാനാർത്ഥികളെ ചെയ്യുന്നതിനകത്ത് മനുഷ്യൻ ആദ്യമായിട്ട് ഇത്തരം ഒരു പ്രക്രിയയെ പരിചയിക്കുകയാണെന്ന് ചോദിച്ചാൽ അത്
അതങ്ങനെയായിരുന്നു. അത് അല്പകാലം മാത്രം നിന്നൊരു പ്രക്രിയ. അവിടെ മനുഷ്യരെ വലിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു. അത് ഡാംഗെയാണ് ചെയ്തത്. അത് കോൺഗ്രസിൻ്റെ ഒരു മാസികയും ചെയ്തു, പക്ഷെ ഡാംഗെയാണ് മുഖ്യമായിട്ട് ചെയ്തത്. അങ്ങനെ ഡാംഗെ ചെയ്ത പണിയിൽ അത് അവർ പറയുന്നുണ്ട്, ബോംബെ അടുത്ത് പറയുന്നത് ഡാംഗെ ചെയ്ത പണിയിലാണ് അത് നടന്നിരിക്കുന്നത് മുഖ്യമായിട്ട്. അടുത്ത് അവർ വീണ്ടും പറയും 20 ലക്ഷം രൂപ മുടക്കിയ കത്തിൻ്റെ അത് അവസാനം അവർ പറയുക, ബോംബെസ് റിസർച്ച് ആർ maneuvered by the purchase and transport of ballot papers. Purchase and transport of ballot papers. ഈ ട്രാൻസ്പോർട്ട് ഓഫ് ബാലറ്റ് പേപ്പേഴ്സ് എങ്ങനെ നടന്നു? ഭയങ്കര രസകരമാണ്. അത് ദത്തവാൻ ടെങ്ഡിജി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അംബേദ്കറുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ദത്തവാൻ ടെങ്ഡിജി ആ കാലത്ത് അദ്ദേഹത്തിനോട് വളരെ അടുത്ത് സഹകരിച്ചിരുന്ന ആളാണ്. എൻ്റെ അടുത്ത സ്റ്റോറി അതാണ് വരുന്നത്. ദത്തോവാൻ ടെങ്ഡിജി അദ്ദേഹമായിട്ടുള്ള ബന്ധം, സംഘവും അദ്ദേഹമായിട്ടുള്ള ബന്ധം. പെട്ടെന്ന് ആൾക്കാർക്ക് അത്ഭുതം തോന്നാം, പക്ഷെ അത് നമ്മൾ പറയാനിരിക്കുകയാണ്. എന്തായാലും ദത്തോവാൻ ടെങ്ഡിജി അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ബാലറ്റ് പെട്ടി ഇലക്ഷന് ശേഷം, ഞാൻ ഇലക്ഷന് മുമ്പുള്ള ചരിത്രം പറയുന്നത്, ഈ നിലവിൽ പറഞ്ഞുകൊണ്ട് ഇലക്ഷന് ശേഷം ഈ ബാലറ്റ് പെട്ടി ഒരു സ്ഥലത്ത് സൂക്ഷിക്കുമല്ലോ, അവിടെ ഈ സീല് ടാമ്പർ ചെയ്തിട്ടുണ്ട്. എന്ത് ബാലറ്റ് പേപ്പർ അടിച്ചു മാറ്റിയിട്ടുണ്ട്, പച്ചയ്ക്ക് വലയം. അത് കണ്ടെത്തി അവർ ഇലക്ഷൻ കമ്മീഷന് പരാതി പോകുന്നുണ്ട്. അവർ സംവിധാനം പരാതിപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അംബേദ്കർ പരാതിക്ക് പോകുന്നുണ്ട്, അവിടേക്ക് വരികയാണ്. ബോംബെസ് റിസർച്ച് സാർ, ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് പറയുക. അതായത് maneuvered ബൈ സബിത അംബേദ്കർ പറയാം, ഞാൻ പറയില്ല. അംബേദ്കറുടെ ഭാര്യ കൂടെ ഉണ്ട് അന്നേരം. ബൈ പർച്ചേസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ബാലറ്റ് പേപ്പേഴ്സ്. പർച്ചേസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ബാലറ്റ് പേപ്പേഴ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വോട്ട് ചോരി, തട്ടിപ്പ്. ഫ്രം വൺ പോളിംഗ് ബൂത്ത് ടു അനദർ, ഒരു ബൂത്തിൽ നിന്ന് അടുത്തതിലേക്ക് ഇവർക്ക് പറ്റുന്ന തരത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പാകത്തിന് വലിയൊരു പ്ലാൻ. അങ്ങനെ സയൻറ്റിഫിക്കായ ഒരു പ്ലാൻ, അക്ഷരത്തിൽ സയൻറ്റിഫിക്കാണ്. Now the only other possibility is to try further. If one can get actual evidence in the existing of votes, an election petition could be filed. Election petition could be filed എന്ന് അവർ പറയുക. അത് അംബേദ്കർ ചെയ്തു. അത് വിസ്തൃതമായ ഒരു ഇതാണ്. ഇത് വളരെ വിസ്തൃതമായ ഒരു പെറ്റീഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 75,000 വോട്ട്. അംബേദ്കറും അശോക് മേത്ത, അദ്ദേഹത്തിൻ്റെ ജനറൽ കാൻഡിഡേറ്റ് അശോക് മേത്തയാണ്. ഇനി ഞാൻ ഇത് മൂന്നും പറഞ്ഞില്ല, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകളും ഒപ്പം നിൽക്കുന്ന ദളിത് സമൂഹം, കുറച്ച് പേർ, ദളിത് സമൂഹം മുഴുവനല്ല, കുറച്ച് പേർ അഞ്ചാം പത്തികൾ. അത് അവർ പറയുന്നുണ്ട്, സവിതാജി പറയുന്നുണ്ട്, ഇവർ പകൽ നീലത്തൊപ്പി ധരിച്ച്, നമ്മളിപ്പോൾ നീലത്തൊപ്പി അറിയാമല്ലോ, ജയ് ഭീം എന്നൊക്കെ പറഞ്ഞ് നീലത്തൊപ്പി ധരിച്ച് നമ്മുടെ ഒപ്പം കാണും. പക്ഷെ വൈകുന്നേരം ഇവർ വെള്ളത്തൊപ്പിയായിട്ട് അവിടെയും പോയിരിക്കും എന്ന് പറയുന്നു. അത് അവർ പറയുന്നത്. അത് ഈ 52 മാത്രമല്ല, 56 വന്നതാണ്. അല്ല, 54 രണ്ടാം ഈ ബൈ ഇലക്ഷന് അദ്ദേഹം നിൽക്കും ഭണ്ഡാരയിൽ. ഇത് നോർത്ത് മുംബൈയിലാണ്. 2 വർഷം ശേഷം അദ്ദേഹം ഭണ്ഡാരയിൽ വീണ്ടും അദ്ദേഹത്തിന് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട്. അവിടെയും ഇത് തന്നെ നടന്നിട്ടുണ്ട് ഈ പ്രക്രിയ. അതായത് ഉണ്ടെന്ന് കരുതും അവർ, പക്ഷേ അപ്പുറത്തായിരിക്കും വോട്ട് ചെയ്യും. അതങ്ങനെ ആക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിയും. അത് ഈ കൂട്ടത്തിൽ നാളെ അവർ കണ്ടെത്തും. അത് ഞാൻ പറഞ്ഞാൽ, ഈ പറയുമ്പം നിങ്ങൾ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ ഇതോടൊക്കെ ചേർത്ത് പറയണം. ഹിന്ദുത്വവാദികൾ അവിടെ ആ അർത്ഥത്തിൽ പണിയെടുത്തിട്ടേ ഇല്ല. നിങ്ങൾ പറയുന്നില്ല, ദളിത് വോയിസ് പറയുന്നില്ല ഹിന്ദു തോപ്പിച്ചെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും ആ കാലം തൊട്ട് ഈ കാലം വരെ ഹിന്ദു അദ്ദേഹത്തെ തോപ്പിച്ചെന്നാണ്. ഇന്നിപ്പോൾ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നുണ്ട് അത് കോൺഗ്രസ്സുകാരാണെന്നൊക്കെ. അദ്ദേഹം അംബേദ്കർ കൊടുത്ത ദീർഘമായ പെറ്റീഷനാണ്. ഞാനിത് ഷെയർ ചെയ്യാം, ഇതൊന്നും വായിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്തൊരു ഇൻവാലിഡ് വേർഡ്സ് ഉണ്ട്. അത് ഡാംഗയുടെ ഈ യുഗാന്തരിലൂടെ ഡാംഗ ചെയ്ത വലിയൊരു പ്രചാരം, കമ്മ്യൂണിസ്റ്റുകളിൽ ഈ കുപ്രചരണം പോലെ അവർ കഴിഞ്ഞിട്ടുള്ളൂ ലോകം മുഴുവൻ. ഈ അജിത് പ്രോപ്പ് എന്നുള്ള മെക്കാനിസം ലെനിൻ ഉണ്ടാക്കിയ കാലത്തോട് അവർ കുപ്രചരണങ്ങൾ തമ്പുരാക്കന്മാരാണ്. അത് അവരുടെ KGB എൻ്റെ വലിയ പ്രയോക്താക്കളും പ്രണേതാക്കളും ഒക്കെയാണ്. അതിലൂടെ അദ്ദേഹം ഈ ആൾക്കാരെ, നമ്മൾ ഇല്ലിറ്ററേറ്റായ ആൾക്കാരെ, അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പെട്ടികളിലാണ് വോട്ട് ചെയ്യുന്നത്. ആ പെട്ടിയിലേക്ക് ഇരട്ട വോട്ട് എങ്ങനെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിയെ കൊണ്ട് ഇടിച്ചു. എങ്ങനെയോ, എനിക്കത് പറഞ്ഞു തരാറില്ല, കൂടുതൽ നമുക്കൊന്നും വ്യക്തമല്ല. എന്തായാലും അസാധുവാക്കിച്ചു വോട്ട്. അംബേദ്കറിന് പോകേണ്ട വോട്ടിൽ മൊത്തം വോട്ട് അസാധുവായത് 75,000 വോട്ടാണ്. അത് ഡാങ്കയ്ക്ക് മാത്രം കിട്ടിയ ഡാങ്ക മാത്രം പണിയെടുത്ത് 39,000 വോട്ട് അസാധുവാക്കി. അത് ഡാങ്കയുടെ പെട്ടിയിൽ വീഴ്ത്തിച്ചു. അതിൻ്റെ മുഴുവൻ തെളിവുകൾ അംബേദ്കർ കൊടുത്തു. ഡാങ്ക ലഘുലേഖ അടിച്ച് പ്രചരണം ചെയ്തതിൻ്റെ മുഴുവൻ തെളിവുകൾ അംബേദ്കർ ഇതിൻ്റെ അകത്ത് ഇലക്ഷൻ കമ്മീഷൻ അയക്കുന്നു. അംബേദ്കർ ഘടിപ്പിച്ച ഇലക്ഷൻ കമ്മീഷൻ എന്ന് ആലോചിച്ച് നോക്കും. അത് പരിഗണിച്ചില്ല സുഹൃത്തുക്കളെ. നെഹ്റു ആണല്ലോ മുകളിലിരിക്കുന്നത്. സിസ്റ്റം അവരുടെ കയ്യിലല്ലേ. എപ്പോഴും പറയാം, നിങ്ങൾ ഇപ്പം അല്ലേ സിസ്റ്റം, അന്നും സിസ്റ്റം അവരുടെ കയ്യിലാണ്, നെഹ്റുവിൻ്റെ കയ്യിലാണ്. മഹാനായ പട്ടേൽ മരിച്ചു പോയിരിക്കുന്നു, മഹാനായ പട്ടേൽ കടന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, മഹാനായ പട്ടേൽ കടന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. ഗാന്ധിജിയും കടന്നു പോയിരിക്കുന്നു, ഇത് സംഭവിക്കില്ല. നെഹ്റുവിൻ്റെ അപ്രമാദിത്വ കാലത്ത് ഇത് അവർ ചെയ്തിരിക്കുന്നു. ഈ 39,000 ഇതിനകത്ത് കാണാം. 39,000 ഡാങ്കയുടെ വോട്ടിനെ കേന്ദ്രീകരിച്ചാണ് അംബേദ്കർ പരാതി പോയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ലഘുലേഖകളും പ്രചരണ സാമഗ്രികളും അദ്ദേഹം കണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഫോൾസ്ലി അദ്ദേഹം പറയുന്നത്, ഇവരെ
our constituency, the electors were falsely induced to give more than one votes to the same candidate by placing both the ballot papers issued to them in the same ballot box and thereby contravening the said section of the said act and defeating the purpose and the policy underlined. അത് ഒറ്റ പെട്ടിക്കകത്തേക്ക് വോട്ട് കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ ഞാൻ വായിക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ഞാനത് കുറേ ശ്രമിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കി. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തുറന്നു പറയാം. ഈ നീണ്ട പരാതിയാണ്. ഈ മറാത്തി വീക്ക്ലി പേപ്പർ കോൾ യുഗാന്തർ പ്രിന്റഡ് അറ്റ് മുംബൈ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ മുംബൈ വോട്ടേഴ്സ് ഇൻ ഇറ്റ്സ് ഇഷ്യൂ. അത് 51 അദ്ദേഹം പറയുന്നുണ്ട്. falsely instruct and exhorted to drop both the ballot papers in the box with picture of the engine posted on it. Into the ballot box of the respondent number 1. റെസ്പോണ്ടൻറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെസ്പോണ്ടൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? എസ് എ ഡാങ്കയുടെ പെട്ടിക്കകത്ത് കൊണ്ടിടണം എന്ന് അദ്ദേഹം യുഗാന്തറിൽ കൂടെ അംബേദ്കറുടെ പരാതിക്കകത്തെ 14ാമത്തെ ക്ലോസാണ്. പ്രിൻ്റഡ് മറാത്തി പാംഫ്ലെറ്റിൽ യുഗാന്തറിൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. ഏതാ? ആ പെട്ടിക്കകത്ത് ഡ്രോപ്പ് ബോത്ത് ദ ബാലറ്റ് പേപ്പേഴ്സ് ഇൻ ദ ബോക്സ് വിത്ത് പിക്ചർ ഓഫ് ദ എൻജിൻ പോസ്റ്റർ ഓൺ ഇറ്റ്. അതായത് ഡാങ്കയുടെ പെട്ടി. അത് അംബേദ്കർ തിരുത്തി വീണ്ടും പറയുന്നു. ഇൻ ടു ദ ബാലറ്റ് ബോക്സ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് നമ്പർ 1 അഗെയിൻ അവോയ്ഡിംഗ് ടു ടെൽ ദ വോട്ടേഴ്സ് വെദർ വോട്ടിംഗ് ഇൻ ദ മാനർ സജസ്റ്റഡ് വുഡ് ബെനിഫിറ്റ് റെസ്പോണ്ടൻറ്റ് നമ്പർ 1. The Yugandhar is an organ of the Communist Party of which the respondent number 1 was a nominee for the parliamentary seal. A copy is provided. ഇത് അംബേദ്കർ പറയാം. ഇതെല്ലാം വിശദമായി കൊടുത്തു. കള്ളത്തരം നടന്നു. 39,000 വോട്ട് അസാധു. അതിൽ 15,000 20,000 വോട്ട് അംബേദ്കർക്ക് കിട്ടും. അതിൽ മൊത്തം വോട്ട് അംബേദ്കർക്ക് കിട്ടാവുന്ന. അംബേദ്കർ ജയിക്കാവുന്നല്ല. വോട്ട് ട്രിഗിങ് ആണ്. ഈ ബൂത്തുകളിലേക്ക് ഇത് കൊണ്ടുപോയിരിക്കുന്നു, വിലക്കെടുത്തിരിക്കുന്നു, അവസാനം വോട്ട് ചേർത്തു, അത് സീല് പൊട്ടിച്ചിട്ട് ബാലറ്റ് പേപ്പർ എടുത്ത് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 20 ലക്ഷം രൂപ അതിനു വേണ്ടി മുടക്കിയിരിക്കുന്നു. അത് എന്തിനൊക്കെ മുടക്കി, ഇവിടെയൊക്കെ ചിലവായി എന്നുള്ളത് ഈ പാംഫ്ലെറ്റും എല്ലാം അടിച്ചാൽ നെഹ്റു പണം കൊടുത്തിട്ടാവാം. അല്ലെങ്കിൽ ഇനി ഡാങ്കെ സംഘടിപ്പിച്ച പണമാണോ നമുക്കറിയില്ല. എന്തായാലും 20 ലക്ഷം രൂപയുടെ കാര്യം അവർ പറയുക. അപ്പോൾ ആരൊക്കെ ചേർന്നു? നെഹ്റു, കമ്മ്യൂണിസ്റ്റുകൾ, ദളിത് ഒരു ഗ്രൂപ്പ്, ഇത്രയും പേര് വരുന്ന അംബേദ്കർ തൂപ്പിച്ചു. ഒപ്പം ഞാൻ വീണ്ടും പറയുന്നു, സോഷ്യലിസ്റ്റുകൾ അത് പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ സഹചരൻ അദ്ദേഹം ജയപ്രകാശ് നാരായണ, അശോക് മേത്ത ഉൾപ്പെടെ സോഷ്യലിസ്റ്റുകൾ വോട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ അശോക് മേത്തയ്ക്ക് വോട്ട് ചെയ്തു. പക്ഷേ സോഷ്യലിസ്റ്റുകളുടെ വോട്ട് എക്സ്ചേഞ്ച് ഇങ്ങോട്ട് നടന്നിട്ടില്ല. അത് ദത്തോവാൻ തെങ്ഡിജി അത് കണ്ടുപിടിച്ചിരിക്കും പറഞ്ഞിരിക്കുന്നത്. ദത്തോവാൻ തെങ്ഡിജിയുടെ അതും പറഞ്ഞിട്ടുണ്ട്. ദത്തോവാൻ തെങ്ഡിജി അദ്ദേഹത്തിൻ്റെ അംബേദ്കറെ പറ്റിയുള്ള ജീവിതത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് വലിയ ആഘാതമുണ്ട്. ഈ ആഘാതത്തിൽ അദ്ദേഹം കയറി ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നെ 54 വീണ്ടും ഇലക്ഷൻ വന്നു ഭണ്ഡാരയിൽ. അവിടെ കോൺഗ്രസ് എന്ത് ചെയ്തു? അവിടെ കോൺഗ്രസ് വീണ്ടും തീരുമാനിച്ചിരിക്കുക. അവിടെ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽ നിന്ന്, ഇത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കൂ, സ്വന്തം സമുദായത്തിൽ മഹറിൽ നിന്ന് തന്നെ ഒരു ബോർക്കർ എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹത്തിൻ്റെ പേര് ബോർക്കർ. മഹർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ എതിരാളിയാക്കി കോൺഗ്രസ്. അത് സിംഗിൾ സീറ്റാണ്, സിംഗിൾ വോട്ടേ ഉള്ളൂ. അവിടെയൊക്കെ 8,500 വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുന്നു. 2 സന്ദർഭങ്ങളിൽ ഈ മഹാൻ എത്തിപ്പെടുന്നത് ദളിതിൽ ഈ ഗണ്യമായ വിഭാഗത്തിന് തോന്നിയില്ല, പൂർണ്ണമായും തോന്നിയില്ല. കോൺഗ്രസ്സിന് ഒട്ടുമേ തോന്നിയില്ല. നെഹ്റു തന്നെ അന്ന് കാര്യകർത്താവ്, ഒട്ടുമേ തോന്നിയില്ല. അന്നും പട്ടിയിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ അന്ന് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ സപ്പോർട്ടിങ്ങിനുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ വലിയൊരു പാർട്ടിയിൽ. അപ്പം അങ്ങനൊരു വലിയ സാധനം അവർ ചെയ്തെടുത്തു. ആ കാലത്ത് അത് ഗംഭീരമായി അദ്ദേഹത്തിനുണ്ടാക്കിയ ആഘാതം അത്രമേൽ വലുതായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെ റിക്കവർ ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത് അദ്ദേഹം മതം മാറുന്നു. അതിനുശേഷം അദ്ദേഹം ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമാന്തരം നടക്കും. അദ്ദേഹം മതം മാറുന്നു. അത് നമ്മുടെ കഥയ്ക്ക് ബാഹ്യമാണ്. പക്ഷേ എങ്കിലും ഈ ഡോക്ടർ സവിത അംബേദ്കർ എന്ന് പറഞ്ഞ സ്ത്രീ 56 അദ്ദേഹം മരിക്കുന്നു. മരിച്ചതിന് ശേഷം ഈ സ്ത്രീ ഇതോടെ പറയാതെ കഥ പൂർത്തിയാകില്ല, ഈ വിഷയത്തിന് പുറത്താണ്. പക്ഷേ ഈ സ്ത്രീയെ ഈ സമൂഹം എന്ത് ചെയ്തു? അവർ 90 വരെ ജീവിച്ചതിൽ 30 പകുതിയിലധികം കാലം അവരെ ചീത്ത വിളിച്ചില്ലായ്മ ചെയ്തു. അവരാണ് അംബേദ്കറെ കൊന്നതെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ഇല്ലായ്മ ചെയ്തു. അംബേദ്കർ ഒപ്പം നടന്ന ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ ആൾക്കാർ തന്നെയാണ്. അവർ തന്നെ ലോക്സഭയിൽ പരാതി കൊടുത്തു. 19 അംഗങ്ങൾ പരാതി കൊടുത്തിട്ട് ലോക്സഭ അന്നത്തെ പട്ടേൽ മരിച്ച ശേഷം GB പന്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം അന്വേഷിച്ചു. ഒരു DGP വെച്ചിട്ട് അന്വേഷിക്കേണ്ടി വന്നു. ഒരു കാര്യമില്ല, അംബേദ്കർ സ്വാഭാവിക മരണമായിരുന്നു, അദ്ദേഹത്തിന് മരണകാരണം ഇന്നതാണെന്ന് സഭയിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്നിട്ട് ഇവർ അണ്ടർ എക്സൈലല്ല, അവർ കുറേ കാലം പോയിട്ട് പിന്നെ 90കളിൽ അദ്ദേഹത്തിന് ഈ ഭാരതരത്നം കിട്ടുമ്പോൾ ഇവരാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. അത് അവരാണ് ഏറ്റുവാങ്ങുന്നത്. അവർ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ എവിടെ പോയി? എത്ര പ്രസ്ഥാനം, നിങ്ങളത് രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അതൊക്കെ എവിടെ? അടിച്ചും പിരിഞ്ഞും പോയി ഇവർ.
ഈ ആശയത്തെ പിൻപറ്റി അദ്ദേഹം ഉണ്ടാക്കിയ റിപ്പബ്ലിക്കൻ പാർട്ടി എടുപ്പ് ഇന്നിപ്പോൾ അത്താവാലജിയുടെ ഒരു ബാലകൃഷ്ണൻ മാത്രം ബാക്കിയിരിപ്പുണ്ട്. എത്ര സ്കൂളിങ്ങുകൾ ഇതെല്ലാം അവർ ചോദിക്കും. ഞാൻ ചോദിച്ചില്ല, അവരുടെ പുസ്തകത്തിൽ അവർ ഗൗരവമായി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എവിടെ പോയി, ഇതെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് അവർ ചോദിക്കും. ഞാൻ അതോടെ വായിച്ചിട്ട് പറയാം. അവർ ചോദിക്കുന്നത് ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കി ഈ പ്രസ്ഥാനങ്ങൾ മുഴുവൻ അവർ പറയുകയാണ്, അവർ ചോദിക്കുന്നതാണ്. But from 1960 onwards, every single institution that my husband had fashioned with such toil began to splinter. അത് ചിതറാൻ തുടങ്ങി. One group became 2 and 2 became 4. When these exemplary organizations that were regarded as among the strongest in the history of India began falling to pieces. ആരാണ് ഇത് ചെയ്തത്? അവരുടെ ഹൃദയം നൊന്തു. ദ പൊളിറ്റിക്കൽ, റിലീജിയസ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഇൻ ടു വിച്ച് സാഹിബ്, അദ്ദേഹം അംബേദ്കർ, ഹാഡ് പോർഡ് ഹിസ് ലൈഫ് ബ്ലഡ്, അദ്ദേഹം രക്തം വിയർപ്പാക്കി അദ്ദേഹം പണിതെടുത്ത സ്ഥാപനങ്ങൾ, അത് മതപരമാണ്, സാമൂഹ്യ സ്ഥാപനങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. എവറി വൺ ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ഹാസ് ബീൻ ഇൻഫെക്റ്റഡ് ബൈ ദ ടെർമേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. അതായത് ചെയ്ത് ദളിത്, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ. ഒരു ഹിന്ദുവല്ല ഇത്, ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തതല്ല, അവിടെ ഒരാൾക്കും പങ്കില്ല. ഈ പ്രസ്ഥാനം, ഈ പ്രക്രിയ അദ്ദേഹത്തിനൊപ്പം നിന്നവർ മുഴുവൻ അദ്ദേഹം കടന്നുപോയപ്പോൾ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കായിരുന്നു അംബേദ്കറിസ്റ്റുകളുടെ ആ കാലത്തെ അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന് ആശയത്തോടുള്ള അവരുടെ ആഭിമുഖ്യവും. അത് പറയാതിരിക്കുന്ന നിർവാഹമല്ല. ഞാൻ പറഞ്ഞ ഡോക്ടർ സവിത അംബേദ്കർ എഴുതിയ പ്രവീൺ ശങ്കരമംഗലം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയല്ല. അതുകൊണ്ട് വലിയ വഞ്ചനയുടെ 2 ഇലക്ഷനിൽ അദ്ദേഹത്തെ ചതിച്ച കഥയാണ്. ആരൊക്കെ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞു, എല്ലാവരും ചേർന്ന് ചതിച്ചു. ഇതിൻ്റെ ഒരു മറുവശം, ഒരു പോസിറ്റീവ് സ്റ്റോറി ഉണ്ട്, ഞാൻ അടുത്തതായി പറയാം. അംബേദ്കറെ പറ്റി ഇങ്ങനൊരു അപരവായന ഞാൻ വായിക്കുകയാണ്. സന്തോഷം.